ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചില നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ വളരെയധികം അത്ഭുതം തോന്നിപ്പോവും. നമ്മുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വലിയ വെല്ലുവിളികളൊക്കെ ഇന്ത്യ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് പ്രധാനമന്ത്രി ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം പാകിസ്ഥാനെതിരെ എന്തുകൊണ്ട് മോദി സംസാരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിച്ചതാണ്. അപ്പൊ എനിക്കും തോന്നി എന്തുകൊണ്ടാണ് പുള്ളി പാകിസ്ഥാനെതിരെ സംസാരിക്കുന്നത്. കാരണം 2014 ഇദ്ദേഹം പ്രധാനമന്ത്രിയായി വരുമ്പോൾ ആദ്യത്തെ അണുബോംബ് പാകിസ്ഥാനിൽ ഇടും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള പല ആൾക്കാരും. കാരണം മോദിക്ക് അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു അന്ന്. അപ്പൊ മോദി ഇത്ര ഡെവലപ്മെന്റ്, വികസന വീരനാണ്, മോദി എല്ലാ കാര്യങ്ങളും വളരെയധികം നയതന്ത്ര വൈദഗ്ധ്യത്തോടുകൂടി ചെയ്യുന്ന ഒരാളാണ് എന്നൊന്നും ആർക്കും ധാരണയില്ല. അപ്പോ മോദി പാകിസ്ഥാൻ എന്ത് പറഞ്ഞാലും പാകിസ്ഥാനിലോട്ട് അണുബോംബ് വർഷിക്കും എന്നായിരുന്നു ഇവിടെയുള്ള ഒരു ധാരണ. പക്ഷെ മോദി അന്ന് പറഞ്ഞ വാക്ക് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം തമ്മിലടിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെറുത് തോൽപ്പിക്കേണ്ടത് പട്ടിണിയാണ്, ദാരിദ്ര്യത്തെയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അതിനുശേഷം പാകിസ്ഥാൻ വീണ്ടും കശ്മീരിനായിട്ട് മുറവിളി കൂട്ടി. അപ്പോ നരേന്ദ്രമോദി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞത്, ആദ്യം നിങ്ങൾ പോയി ബലൂചിസ്ഥാന്റെ കാര്യം നോക്ക്, എന്നിട്ട് മതി പാകിസ്ഥാന്റെ കാര്യം. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ബലൂചിസ്ഥാനെ കുറിച്ച് കേൾക്കുന്നത് പോലും. നരേന്ദ്രമോദി അത് ലൈം ലൈറ്റിലോട്ട് കൊണ്ടുവന്നു. പാകിസ്ഥാന് ശ്വാസം മുട്ടി. കാരണം അവർ കശ്മീർ ഇവിടെ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ബലൂചിസ്ഥാന്റെ വിഷയം ഉന്നയിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ 40% പാകിസ്ഥാന്റെ വിഷയം അത് ഉന്നയിച്ച് ഇപ്പൊ മോദി 10 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് വെറും 10 കൊല്ലം കൊണ്ട്. സമാനമായ രീതിയിൽ ഇപ്പോ തുർക്കിയെ നമ്മൾ വീർപ്പ് മുട്ടിക്കാൻ പോവുകയാണെന്നല്ല, ഒരു റിപ്പോർട്ടടക്കം നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് തുർക്കിയിൽ ഈ കുർദിഷ് വിമതർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ കുർദിഷ് വിമതർക്ക് ഒരു പ്രത്യേക രാജ്യം വേണം തുർക്കിയിൽ. കുർദിസ്ഥാൻ അങ്ങനെ എന്തോ ആണ് അതിനെ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഈ പ്രത്യേക രാജ്യത്തിനായി ഇവർ അതിനകത്ത് കിടന്ന് പോരാടുന്നുണ്ട്. അങ്ങനെ പോരാടുന്ന ഇവരെ തീവ്രവാദികളായി മുദ്ര കുത്തി തുർക്കി എന്ത് ചെയ്യുകയാണ്, അടിച്ചമർത്തുകയാണ് എന്നാണ് നമ്മൾ ഉന്നയിക്കാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ള പോയിന്റ്. ഇതിൽ തുർക്കിയുടെ നട്ടല്ലൊടിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് രഹസ്യ റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കി പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനകളെ പിന്തുണയ്ക്കുക മാത്രമല്ല, അൽഖ്വയ്ദ, ഐസിസ്, HTC തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു വശത്ത് തുർക്കി നാറ്റോയിൽ അംഗമാണെങ്കിൽ മറുവശത്ത് അത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും അതിർത്തിയിൽ കുർദുകളെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. ഇത് തുർക്കിയുടെ കാപട്യത്തെ വ്യക്തമായി കാണിക്കുന്നു. കുർദിഷ് വിമതരെ തീവ്രവാദികളാക്കി മുദ്രകുത്തി അവർക്കെതിരെ തുർക്കി വളരെ കാലമായി നടപടി സ്വീകരിച്ചു വരികയാണ്. പാകിസ്ഥാന്റെ ഭീകര ശൃംഖലകളെയും തുർക്കിയുടെ പിന്തുണയെയും താരതമ്യം ചെയ്യാൻ ഇന്ത്യ ഈ വിഷയം ഉപയോഗിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോ ഇപ്പൊ എനിക്ക് വലിയ അത്ഭുതമുണ്ട്. കാരണം ഒരു രാജ്യത്തെ എങ്ങനെയാണ് നയതന്ത്രപരമായിട്ട് നമ്മൾ ഡീല് ചെയ്യുന്നത് എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് വളരെ അത്ഭുതമായിട്ടാണ് ഞാനിപ്പോ നോക്കിക്കാണുന്നത്. എന്താണ് ഈ വിഷയം ഈ തുർക്കിയിലെ? ഞാനിപ്പോഴും കുർദിഷ് എന്നൊക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇന്ത്യ ആ വിഷയം ഉന്നയിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. എന്താണ് ബിജുചേട്ടാ ഈ സംഭവം, എന്താണ് ആക്ച്വലി? ഏയ് കുർദുകൾ എന്ന് പറഞ്ഞാല് അവരെ നമുക്ക് രണ്ട് രീതിയിൽ അവരെ നമുക്ക് താരതമ്യം ചെയ്യാം. പക്ഷെ പ്രേക്ഷകർക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ലോകത്ത് രാജ്യമില്ലാത്തൊരു ജനവിഭാഗം, നമ്മുടെ റോഹിംഗ്യകളെ കണക്കുള്ള ഒരു ജനവിഭാഗമാണ് കുർദുകൾ. അവര് അത് നമ്മൾ ഇപ്പൊ റോഹിംഗ്യകളുമായിട്ടാണ് താരതമ്യം ചെയ്തത്. ഇനി നമ്മൾ ബലൂചിസ്ഥാനുമായിട്ട് ഇവരെ താരതമ്യം ചെയ്താൽ കുർദിസ്ഥാൻ എന്ന് പറയുന്ന പർവ്വത പ്രദേശത്ത് ഉള്ളവരാണ് കുർദുകൾ. ബലൂചിസ്ഥാനും പർവ്വത പ്രദേശത്തുള്ള ഗോത്രവർഗ്ഗങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവർ ശരിക്കും ഇറാനിയൻ വംശജരാണ്, ഈ കുർദുകൾ എന്ന് പറയുന്നത്. ഇറാഖിൽ ഇവർ ശക്തമാണ്. അവിടെ ഇവർക്ക് സ്വയംഭരണ പ്രദേശങ്ങളുണ്ട്, ഇവർ സ്വയം ഭരിക്കുന്ന പ്രദേശങ്ങൾ. അവിടെയാണ് അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ബോംബൊക്കെ ഇട്ടിട്ടുണ്ട്, കുർദുകളെ നശിപ്പിച്ച് ബോംബൊക്കെ ഇട്ടിട്ടുണ്ട്. സിറിയയിലുണ്ട്, സിറിയയിൽ ഇവർ സ്വയംഭരണ പ്രദേശമാണ്. അതാണ് ഈ തുർക്കിയുടെ കലിപ്പ് മുഴുവൻ അതാണ്. പിന്നെ ഇവർ തുർക്കിയിലുണ്ട്, തുർക്കിയിൽ അവരുടെ ജനസംഖ്യയുടെ 20% കുർദുകളാണ്. ഈ ഇസ്താംബൂൾ എന്നൊക്കെ കേട്ടിട്ടില്ല, ഇസ്താംബൂളിലൊക്കെ വലിയ മേജർ പാർട്ട് ഈ കുർദുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ജർമ്മനിയിലുണ്ട്, ജർമ്മനിയിലും 1.2 ദശലക്ഷമാണ് കുർദുകളുണ്ട്. ഫ്രാൻസിലുണ്ട്, അസർബൈജാനിലുണ്ട്. അവിടെയൊക്കെ പിന്നെ താരതമ്യേന കുറവാണ്, കുർദുകളുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ പലതിലുമുണ്ട്, അസർബൈജാനിലുണ്ട്, ഫ്രാൻസിലുണ്ട്, UK യിലുണ്ട്, പലയിടത്തുമുണ്ട്. പക്ഷെ അവര് അല്ല, അങ്ങനെ അല്ല, മതതീവ്രവാദികളല്ല ഇവരും ബലൂചിസ്ഥാനിനെ പോലെ ഇവർക്ക് മതത്തിന്റെ പേരിലല്ല ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവരുടെ ഒരു കഥ കേൾക്കണം നമ്മൾ. കുർദിസ്ഥാനികൾ എന്ന് പറഞ്ഞ ഒരു പർവ്വത പ്രദേശങ്ങളുടെ ഒരു ജനവിഭാഗമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി ഇതുങ്ങൾ ഛിന്ന ഭിന്നമായിട്ട് പോയി, പലായനം ചെയ്തു പലയിടത്തേക്ക്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പാശ്ചാത്യ സഖ്യ കക്ഷികൾ ഇവർക്കൊരു രാജ്യം വേണം എന്ന് പറഞ്ഞു. ഒരു രാജ്യം വേണം ഇവർക്ക് നമ്മളെല്ലാം കൂടെ ചേർന്ന് ഒരു രാജ്യം സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ രാജ്യം എവിടെയാണ് എന്ന് വെച്ചാൽ അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്, തുർക്കിയിലാണ്. തുർക്കിയുടെ ബോർഡറിൽ ഇവർക്കൊരു രാജ്യം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു.
അന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ശേഷമുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത്, പുതിയ കഥയല്ല. 1931 ശേഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കുർദ്, അപ്പൊ ഇവർക്ക് ഈ ബോർഡർ ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. തുർക്കി കയറി ഉടക്കി. കാരണം തുർക്കിയിലാണല്ലോ ഈ തുർക്കിസ്ഥാൻ വരുന്നത്. അപ്പോ സ്വാഭാവികമായി തുർക്കി കയറി ഉടക്കി. പിന്നീട് അത് രാജ്യമായി മാറിയില്ല. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് പിന്നെ രണ്ടാം ലോക മഹായുദ്ധം വന്നു. അത് കഴിഞ്ഞ് പിന്നെ കാലങ്ങൾ ഒരുപാട് പോയി. സഖ്യകക്ഷികളൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. യുദ്ധത്തിന്റെ ഗതി മാറി. അതിനിടയ്ക്ക് തുർക്കിഷുകളെയൊന്നും ആരും ഓർത്തില്ല, കണ്ടില്ല. പക്ഷെ തുർക്കി അന്ന് മുതൽ തന്നെ അവരുടെ ഭരണാധികാരികൾ ഇവരെ കൊന്നൊടുക്കാൻ ആരംഭിച്ചിരുന്നു. കാരണം ഇവർ ചെറിയൊരു സംസ്കാരമല്ല ഇവർക്ക് സ്വന്തമായിട്ട് സിനിമ, സാഹിത്യം, ഭാഷ, ഡാൻസ്, ഇതെല്ലാമുള്ള കൃത്യവും വ്യക്തവുമായ ഒരു സംസ്കാരമുള്ള ഒരു ജനതയാണ്. അപ്പം ഇത് നമ്മളെന്താ പറയുന്നത്, സാധാരണഗതി നാടോടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഒരു യൂണിറ്റി, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു യൂണിറ്റി ഉണ്ടായില്ലെങ്കിൽ ഇവർക്ക് എല്ലാം ഉണ്ട്, അവർക്ക് പതാക പോലും ഉണ്ട് ഉള്ള ഒരു ജനതയായിരുന്നു. അങ്ങനെ ഒടുവിൽ സിലാൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തി തുർക്കി. ഈ സിലാൻ ഓപ്പറേഷനിലാണ് ഏറ്റവും കൂടുതൽ കുർദിഷുകളെ കൊന്നൊടുക്കുന്നത്. അത് ഈ കുർദിഷുകൾ എവിടെ കണ്ടാലും കൊന്നൊടുക്കുക. അങ്ങനെ തുർക്കി ആദ്യമായിട്ട് പിന്നെ കുർദിഷ് ഭാഷ നിരോധിച്ചു, കുർദിഷ് സംഗീതം നിരോധിച്ചു, കുർദിഷ് പറയുന്നത് പോലും രാജ്യദ്രോഹ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. കുർദിഷുകൾ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്നായിരുന്നെങ്കിൽ പിന്നീട് അവർ പറഞ്ഞ കാര്യം, തുർക്കിയിൽ ഞങ്ങൾക്കൊരു സ്വയംഭരണ പ്രദേശം തരും. കാരണം സ്വയംഭരണ പ്രദേശം അവർക്ക് സിറിയയിലുണ്ട്, അതുപോലെ തന്നെ ഇറാഖിൽ അവർക്ക് സ്വയംഭരണ പ്രദേശമുണ്ട്. ഞങ്ങൾക്കൊരു സ്വയംഭരണ പ്രദേശം തരും, ഞങ്ങൾ ഇവിടെ ഒതുങ്ങി നിന്നോളാം, ഞങ്ങൾക്ക് രാജ്യമൊന്നും വേണമെന്നില്ല എന്ന് പറയും. പക്ഷെ തുർക്കി അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറും അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിറിയയിൽ ഉള്ള പ്രശ്നത്തിൽ, അതിലും കുർദുകളാണ്. അങ്ങനെ കുർദുകള് ശരിക്കും പോരാടുന്നത് അവർക്കൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മതവുമായി യാതൊരു ബന്ധവുമില്ല, മത തീവ്രവാദികളുമല്ല. അവർക്കൊരു സ്വതന്ത്ര രാജ്യം വേണം, അവർക്കൊരു രാജ്യം കൊടുക്കാമെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പറഞ്ഞിരുന്നതാണ് എല്ലാവരും കൂടെ. അത് കൊടുത്തിരുന്നില്ല, അവർക്കൊരു രാജ്യം വേണം. അപ്പൊ സ്വാഭാവികമായി അവർ ശക്തരായ തുർക്കിയിലായിരുന്നല്ലോ അവർ കൊടുക്കാന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഈ കുർദുകളുള്ള സ്ഥലവും തുർക്കി അവരെ വിളിക്കുന്നത് തന്നെ മലയിലുള്ള കുർദുകളാണ്, മൗണ്ടൻ കുർദ്സ് എന്നാണ് അവരെ വിളിക്കുന്നത് തന്നെ. അവരെ വേറൊരു വിഭാഗമായി തന്നെ ആദ്യം ന്യൂനപക്ഷ പദവി പല രാജ്യങ്ങളും ഉണ്ട് ഇവർക്ക്. പക്ഷെ തുർക്കി അതും കൊടുത്തിട്ടില്ല. തുർക്കി ശരിക്കും ഇവരായിട്ട് നിരന്തരം പീഡിപ്പിക്കുകയാണ്. സമാനമായി ബലൂചിസ്ഥാനിലെ അവസ്ഥ തന്നെയാണ് ഇവരുടെ അവസ്ഥയും. ഇവരെ രണ്ടാം കിട പൗരന്മാരായിട്ടോ അടിമകളായിട്ടോ കണ്ടുകൊണ്ട് ഇവർക്ക്, അപ്പൊ ഇവര് ചെറിയ പാർട്ടികളൊന്നും, ഇവർക്ക് സ്ട്രോങ് ആണ്, ഇവർക്ക് സംഘടനകളുണ്ട്, ഇവർക്കൊരു പാർട്ടിയുണ്ട്. കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി പോലും ഉണ്ട്. അതൊക്കെ ഇലക്ഷനൊക്കെ മത്സരിക്കാറെ കൊണ്ട് പാർട്ടിയാണ്, ശക്തമായ പാർട്ടിയാണ്. ഇവർ ശക്തമാണ്, ഇവർ കുറച്ചുകൂടെ ഫൈറ്റേഴ്സ് തന്നെയാണ്. ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഇറാഖിലായാലും ഒക്കെ ഇവർ ഫൈറ്റ് ചെയ്യുന്ന ഇവർക്കൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ എവിടെങ്കിലും പോയിട്ട് മതരാജ്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ അവർക്കൊരു രാജ്യം വേണം എന്നുള്ളതാണ്. കാരണം ഈ ഒന്നാം ലോകമായത് ഛിന്ന ഭിന്നമായി പോയ ഒരു സമൂഹമാണ്. അപ്പൊ ആ സമൂഹത്തിന് ഇസ്രായേലിനെ നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. യുദ്ധത്തിന് ശേഷം, മഹായുദ്ധത്തിന് ശേഷം ഛിന്ന ഭിന്നമായി പോയി. അവസാനം അവരെല്ലാം കൂടി ഒത്തുകൂടി അവർക്ക് പിന്നെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി കൊടുത്തു. ആ സെറ്റിൽമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു വലിയ പങ്ക് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളും കൂടെ വഹിച്ചിരുന്നു. പക്ഷെ ഇതുങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഈ വിഷയം ആരെങ്കിലും വേണ്ട, ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ച് ആ പഴയ ഒരു വാഗ്ദാനം, കരാറൊന്നും അല്ലെങ്കിൽ പോലും അതൊരു വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനമെങ്കിലും നിറവേറ്റപ്പെടണം, നിങ്ങൾക്ക് എവിടെങ്കിലും ഇത് കൊടുക്കണം എന്ന് പറയാൻ ഒരാൾ വേണ്ടേ. ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യ പറയുന്നത് തുർക്കിയെ വിഭജിക്കണമെന്ന് ഇന്ത്യ പറയുന്നില്ല, തുർക്കിസ്ഥാനിൽ ഇവരെ താമസിപ്പിക്കണമെന്ന് ഇന്ത്യ പറയുന്നില്ല. ഇന്ത്യ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, അവർക്കൊരു കാരണം അവർ വേറിട്ടൊരു സംസ്കാരവും ഭാഷയും എല്ലാം ഉള്ളവരാണ്. നമ്മളുമായി ചേരില്ല, ഒരാളുമായി ചേരില്ല, സിങ്ക് ആകില്ല. ഈ ബലൂചിസ്ഥാന്റെ വിഷയം അതാണ്. ബലൂചിസ്ഥാനും പാകിസ്ഥാനികളും തമ്മിൽ ചേരില്ല. കാരണം എവിടെങ്കിലും ഒരു ഇത് വേണ്ടേ, എവിടെങ്കിലും ഒന്നിക്കാൻ. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മൾ നോക്കി 28 സംസ്ഥാനമാണ്, നമ്മുടെ ഭാഷ വ്യത്യസ്തമാണ്, പക്ഷെ നമ്മുടെ സംസ്കാരം ഒന്നാണ്. ഭാഷ വ്യത്യസ്തം, വേഷം വ്യത്യസ്തം, നമ്മുടെ എല്ലാം ഒന്നാണെങ്കിൽ ഏകദേശം നമ്മുടെ ആചാരങ്ങൾ ഒന്നാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും ക്രിസ്ത്യാനിയായാലും ഒക്കെ ഒന്നാണ്. നമ്മളുടെ സംസ്കാരം ഒന്നാണ്, നമ്മളുടെ ചിന്താഗതി ഒന്നാണ്, അല്ലേ? നമുക്കെല്ലാം ഇന്ത്യ എന്നൊരു വികാരമുള്ളൂ. നമ്മൾ പല ഭാഷ, തമിഴിലും ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്, എല്ലാത്തിലും ഇന്ത്യ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ സംസ്കാരവും എല്ലാം നമ്മുടെ ചിന്തകളും ഒക്കെ ഒന്നിച്ച് നമ്മൾ പോകുന്നത്. നമ്മൾ പറയുമ്പോൾ ഞാൻ തമിഴനാണ് ഇല്ലെങ്കിൽ മലയാളിയാണെന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അവരങ്ങനെയല്ല. കാരണം അവർക്ക് ഇതുമായിട്ട് യോജിച്ച് പോകാൻ കഴിയില്ല. ഒന്നൊരു ഗോത്രവർഗ വിഭാഗവും മറ്റൊന്ന് സുന്നിയുമാണ് പാകിസ്ഥാനിലെ പ്രധാന വിഷയം. തുർക്കിയിലും സെയിം സാധനം തന്നെയാണ്. സുന്നീസാണ് അവിടെ ബാക്കിയുള്ളവര്. അവര് മറ്റൊരു രീതിയിലാണ്, ഗോത്രവർഗത്തിന്റെ ഒരു വിഭാഗത്തിലാണ് ഈ കുർദുകളെ പെടുത്തിയിരിക്കുന്നത്. അത് ഒന്നിച്ചു പോകില്ല. എന്താണ് മോരും മുതിരയും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ സിങ്ക് ആകാത്തവർ വിഭജിച്ച് പോവുക എന്നുള്ളത് തന്നെയുള്ളൂ. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ വിഷയമാണ് ഇപ്പൊ ഇന്ത്യ അഡ്രസ് ചെയ്യുന്നത്.
ധനുഷ് സൂചിപ്പിച്ച ഒരു വലിയ പോയിന്റാണത്. അതായത് 10 വർഷം മുമ്പ് നരേന്ദ്രമോദിയാണ് ഈ ബലൂചിസ്ഥാൻ വിഷയം എടുത്തിരുന്നത്. അതിനുശേഷമാണ് ബലൂചിസ്ഥാൻ ഓർഗനൈസേഷൻസ് എല്ലാം, ഈവൻ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലും, അവർ തകർന്നു പോയതാണ് അവരെല്ലാം ശക്തി പ്രാപിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് പിടിച്ച് മുമ്പോട്ട് അവർക്കൊരു ഊർജ്ജം കിട്ടി. അപ്പോഴാണ് പലരും, ധനുഷ് മാത്രമല്ല പല രാജ്യങ്ങളും ശ്രദ്ധിക്കുന്ന അപ്പോഴാണ്. ധനുഷ് പറഞ്ഞില്ല, മോദി പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ധനുഷ് മാത്രമല്ല പല രാജ്യങ്ങളും അപ്പോഴാണ് ഈ സാധനം നോക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അവർ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവരുടെ ആവശ്യം എന്താണ്. ഇതുപോലെ തന്നെയാണ് കുർദുകളുടെ ആവശ്യങ്ങളും. ഇത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ പ്രശ്നങ്ങൾ തീരും എന്ന് തോന്നുന്നു. പക്ഷെ ഇത് അംഗീകരിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മുമ്പായിരുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് നടന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം രാജ്യങ്ങളൊന്നും അവരുടെ ഒരു ഇഞ്ച് മണ്ണ് പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ്. അപ്പൊ ഈ കുർദുകൾ എവിടെയുണ്ടോ അവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം. ബലൂചിസ്ഥാനിലെ വിഷയം ഒന്ന് തന്നെയാണ്, കുർദുകൾ നടത്തുന്ന ഈ കുർദിസ്ഥാന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ഒന്ന് തന്നെയാണ്. എല്ലാം ഒരു കഥ തന്നെയാണ്. അവരെ അഡ്രസ്സ് ചെയ്യാൻ, അവരുടെ വിഷയം ഒന്ന് പറയാൻ ലോകത്ത് ഒരു രാജ്യങ്ങൾ മുമ്പോട്ട് വരാത്തിടത്താണ് ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യ രംഗത്തെത്തുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു വിശ്വഗുരു എന്നൊക്കെ പറയുന്നത് ഇതിനെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ലോകത്തിന് വഴികാട്ടിയായിട്ടൊരു ഗുരു ഉണ്ടെങ്കിൽ വിശ്വഗുരു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് അടിച്ചമർത്തപ്പെടുന്നവന്റെ ശബ്ദമാണ്. നമുക്കറിയാം ഈ റോഹിംഗ്യകളുടെ കേസാണെങ്കിൽ പോലും അവർക്ക് മ്യാൻമാറിൽ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. കൈയിരിപ്പ് കൊണ്ടാണ് അവിടെ ഈ പണി മുഴുവൻ കിട്ടി വന്നത്. അത് പിടിച്ചെടുക്കാൻ പോയതാണ്. മ്യാൻമാറിൽ അവർക്ക് പ്രത്യേക പ്രദേശം ഈ റോഹിംഗ്യകൾക്കുണ്ടാകും. ഈ ഇന്ത്യയിൽ വന്നിരിക്കുന്ന റോഹിംഗ്യകൾ ഭൂരിപക്ഷം പേര് മ്യാൻമാറിൽ നിന്ന് വന്നവരാണ്. എന്തുകൊണ്ടാണ് ഇവർ മ്യാൻമാറിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഉള്ള സ്ഥലം പോരാതെ വന്നു. ഇവർ കുറെ തീവ്രവാദികളും കൂടാണ്. ഈ ഉള്ള സ്ഥലം പോരാതെ വന്നപ്പോൾ ബുദ്ധിസ്റ്റുകളുടെ വിഹാരങ്ങൾ വരെ കൊള്ളയടിച്ചുകൊണ്ട് അവരെയും കൂടെ കൊന്നോട്ടിക്ക് അതുകൂടെ പിന്നെ ക്യാപ്ചർ ചെയ്യാൻ മുമ്പോട്ട് വന്നപ്പോഴാണ് അവന്മാരെടുത്തിട്ട് അലക്കി ഇവന്മാർക്ക് നാട് വിടേണ്ടി വന്നത്. അപ്പം ഇല്ലായിരുന്നെങ്കിൽ സ്വസ്ഥമായിട്ട് അവിടെ കഴിയായിരുന്നു ഒരു പ്രദേശം. ഒരു പക്ഷേ ഇതിനൊക്കെ ഒരു സെറ്റിൽമെന്റ് ഒക്കെ നടത്തി വരുമ്പോഴത്തേനും ശരി നിങ്ങളും നിന്നോ എന്ന് പറയും. ചൈനയുടെ വിഭാഗത്തിൽ ചില മതവിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ചൈനയുടെ ബോർഡറിലുള്ള അവിടുത്തെ തീവ്രവാദികൾ എന്നല്ല, അവിടുത്തെ പോരാളികളായിട്ട് വർക്ക് ചെയ്യുന്ന അരക്കൻ ആർമിയെ കണക്ക്. അപ്പൊ അങ്ങനെ നിൽക്കാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. പക്ഷെ കുർദുകളും ബലൂചിസ്ഥാനികളും അങ്ങനെയല്ല. അവർക്ക് അവിടെ മതി. അവർക്ക് വേറെ കുടിയേറി പാത്തിട്ട് അവിടെ എന്തെങ്കിലും സ്ഥാപിക്കണം. ഈ കുർദുകളാരും ഇന്ത്യ വന്നിട്ട് ഇവിടെ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല. കുർദുകള് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് പിന്നെ ബോംബ് പൊട്ടിച്ചിട്ടില്ല. അവരാകെ ഫൈറ്റ് ചെയ്തൊരു കാര്യം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടും ഒക്കെയാണ് ആരെങ്കിലും ഒക്കെ അവർ കൊന്നിട്ടുള്ളത്. പക്ഷേ ഈ കുർദിഷുകളെ ആണ് കൂടുതലും അമേരിക്കയും യൂറോപ്യൻസും ഒക്കെ ആക്രമിക്കുന്നത്. കാരണം അത് ഈ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ട് തുർക്കി നിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ അവരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് അങ്ങനെ പാശ്ചാത്യ ശക്തികളുള്ളവർക്ക് കലിപ്പുണ്ടാകും, സ്വാഭാവികമാണ്. കാരണം അവരെ പെരുവഴിയിലാക്കി പോയി എന്നുള്ളത്. പിന്നെ സ്വാഭാവികമായി തുർക്കി നാറ്റോയുടെ ഭാഗവുമാണ്. അപ്പൊ അവർക്കൊരു ശത്രുത ഉണ്ടാകാം. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അത് നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിക്കത്തില്ലേ, കുർദിഷ് കേന്ദ്രത്തിൽ ബോംബിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു സാധനം ഇതിന്റെ ഭാഗമായിട്ടാണ്. കുർദിഷുകളെ ഇല്ലായ്മ ചെയ്യുക. അവർ ചെറിയൊരു ജനസംഖ്യയല്ല പലയിടത്തും. അവര് ഇറാഖിൽ ഒരു മേജർ ഏതാണ്ട് 1.8 ഉണ്ട്, 8 ദശലക്ഷം, ഏതാണ്ട് 2 കോടിക്ക് അടുത്തുണ്ട്. തുർക്കിയിലും അത്രയൊക്കെ ഉണ്ട്. ജർമ്മനിയിൽ പോലും 1.5 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 5%. ഇത് 2015 കണക്കാണ്. അപ്പൊ അത്രയുള്ളൊരു ജനവിഭാഗമാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിൽ പോലും നിലവിൽ അവർ ശക്തിമത്തായി നിൽക്കുന്ന തുർക്കിയിൽ അവർക്കൊരു സ്വയംഭരണ പ്രദേശമെങ്കിലും കൊടുക്കാം. നിലവിൽ സിറിയയിലുണ്ട്, ഇറാഖിലുണ്ട്. അപ്പൊ അതേപോലെ ഇവർക്ക് ഇവിടെ ഒരു സ്വയംഭരണ പ്രദേശം കൊടുക്കാവുന്നതാണ്. പക്ഷെ അത് തുർക്കി സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ടി വരും. കാരണം തുർക്കി അഭിമുഖീകരിക്കുന്ന വേറെയും ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. അതാണ് പ്രശ്നം. കാരണം ഈ ലോകത്തുള്ള ഭീകരന്മാരെ മുഴുവൻ പാലൂട്ടി വളർത്തി സ്വന്തം രാജ്യത്ത് അഭയം കൊടുത്ത് ട്രെയിനിങ് സെന്ററും തുറന്നു വെച്ചിട്ട് ഇപ്പം അവർ പലയിടത്തുനിന്നും പണി മേടിക്കുന്നുണ്ട്. പല ഇപ്പൊ അവർ കൂട്ടുപിടിച്ചിരിക്കുന്ന, അവരും പാകിസ്ഥാനൊക്കെ ഇപ്പൊ കൂട്ടുപിടിച്ചിരിക്കുന്ന സംഘടന ISIS ആണ്. അവർ ഇസ്ലാമിക് സ്റ്റേറ്റിനെയാണ് അവരിപ്പോ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അവരുടെ ലേറ്റസ്റ്റ് ഫ്രണ്ട്സ് ഇവരാണ്. അവർ നേരത്തെ ഉള്ള അൽഖ്വയ്ദയും മറ്റവന്മാരെയൊക്കെ ഇപ്പൊ വിട്ടിട്ട് ഇപ്പൊ ഇവരെയാണ് ഇപ്പൊ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഇറാനും ഈ കുർദിഷുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ ദുഃഖം ഉണ്ടെന്ന് തോന്നുന്നില്ല. അറിയില്ല എങ്ങനെയാണ് അതിന്റെ എന്നുള്ളത്. ഈ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് ഇവര് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ബംഗ്ലാദേശ്, അഖണ്ഡ ഭാരതം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, ഈ സോവിയറ്റ് യൂണിയൻ, USSR എന്നൊക്കെ പറയുന്നത് പോലെ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമാണ് ഇവര് സ്വപ്നം കാണുന്നത്. ഇപ്പൊ നമ്മള് ഇസ്രായേലിനെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ഗ്രേറ്റർ ഇസ്രായേൽ സത്യം പറഞ്ഞാൽ ഈജിപ്റ്റ് പോലും ഉൾപ്പെടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല. അതുപോലെ ഈ കുർദിസ്ഥാന്റെ മാപ്പുകളൊക്കെ നമ്മളിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കുർദിസ്ഥാന്റെ മാപ്പ്, ഈ കുർദിസ്ഥാനകത്ത് ആക്ച്വലി തുർക്കിയുടെ പകുതി, സിറിയയുടെ കുറച്ച് ഭാഗങ്ങൾ, ഇറാഖിന്റെ പകുതി, ഇറാന്റെ പകുതി, അർമേനിയ ടച്ച് ചെയ്തിട്ടില്ല, പിന്നെ അസർബൈജാന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇസ്താൻബുളിന്റെ കുറച്ച്, ഇതെല്ലാം ഇത്രയും
ഇത്രയും ഭാഗങ്ങളാണ് ഇവർ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇന്ത്യ ഉന്നയിക്കുമ്പോൾ ഇത് ഒരു രാജ്യത്ത് മാത്രമായിരിക്കില്ല അതിന്റെ അലയൊലികൾ ഉണ്ടാകുന്നത്. അല്ല, അത് തന്നെയാണ് ഇത് പൊളിയാൻ കാരണം. അതാ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവരെ കുടിയിരുത്തണമെന്ന് തീരുമാനമെടുത്തു. കുടിയിരുത്തണമെന്ന് തീരുമാനമെടുത്തിട്ട് ഇവർക്കൊരു പ്രദേശം കൊടുക്കാന്ന് പറഞ്ഞു. അവിടെ അതിർത്തി നിർണ്ണയിക്കാൻ പറ്റില്ല. ഇപ്പം ധനുഷ് കണ്ടല്ലോ അതിന്റെ അതിർത്തി കിടക്കുന്നത്. ആ അതിർത്തി അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം ആ അതിർത്തി അംഗീകരിച്ചുകൊണ്ട് ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവരിപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നം ഇവർക്കൊരു സ്വയം ഭരണം, അവരുടേതായ രീതിയിൽ ഭരണം നടത്താൻ പറ്റുന്ന ഒരു ഇടം. അപ്പം വേറെ കാര്യമുണ്ട്, സർക്കാരിനും കൂടെ എന്താണ് പിടുത്തമുള്ള ഒരു പ്രദേശം നമ്മുടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഗോത്രവർഗ ഹിൽസ് ഇതുണ്ട്, കൗൺസിലുകളുണ്ട്, ഗോത്രവർഗ മേഖല, അവർക്ക് സ്വയം ഭരണാധികാരമുണ്ട്. പക്ഷെ വേറെ ഈ എന്താ പറയാ റൂൾസ്, ലോ ആൻഡ് ഓർഡർ പറ്റില്ല, യുദ്ധം അങ്ങനെയുള്ളതൊന്നും പറ്റില്ല. അവരുടെ നാട്ടിലുള്ള ഡെവലപ്മെന്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ആണ് ആ കൗൺസിൽ. അത് അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അതായത് ഗോത്രവർഗ മേഖലയാണ്. അപ്പൊ അവരുടെ വിഷയങ്ങളും നമ്മുടെ വിഷയങ്ങളും രണ്ടും രണ്ടാം. അപ്പൊ അവർക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ വികസനവും നമ്മുടെ സാധാരണപ്പെട്ട നമ്മുടെ വികസനം രണ്ടിനുണ്ടാകും. അത് അവർക്ക് തീരുമാനിക്കാം. ബാക്കിയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഒരു കൊലപാതകം ഉണ്ടായി, അന്വേഷിക്കേണ്ട അവരുടെ പോലീസൊന്നും പറ്റില്ല. അതെല്ലാം നമ്മൾ തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളാണ് എല്ലാം സപ്ലൈ ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് ഗോത്രവർഗ്ഗങ്ങൾക്ക് നമ്മുടെ ഭരണഘടന അനുശാസിച്ചിട്ടുള്ള ഒരു പ്രിവിലേജ് ആണ്. അത് ഗോത്രവർഗ്ഗങ്ങളായതുകൊണ്ട് അതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഈ തുർക്കിയിൽ. പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് പോരാളികളാണ്, പോരാട്ട വീരക്കാർ, ആയുധങ്ങളൊക്കെ ഉള്ളവർ. അപ്പൊ ഇവരെ അങ്ങനെ ഒരു പ്രദേശമാക്കി കഴിഞ്ഞാൽ തുർക്കി ഭയക്കുന്നത് ഇവർ നാളെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പിടിച്ചെടുക്കാനൊരു നീക്കം നടത്തിക്കൂടായികയില്ല. ഭീകരർ ഇപ്പൊ തന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. ഇവര് അടി മാത്രം മേടിക്കുകയല്ല കേട്ടോ, തിരിച്ചും നല്ല ശക്തമായിട്ട് ഇവർ വലിയ ആയുധശേഷിയുള്ളവന്മാരെ ഇവർ തിരിച്ചടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെ തന്നെ കുർദുകൾ പലയിടത്തും വളരെ ശക്തമാണ് അവർ തിരിച്ചടിക്കാൻ. അവർ ചെറിയ ടീംസ് ഒന്നും അല്ല അവര്. അപ്പം അത് അവർ തുർക്കി ഒരുപക്ഷെ അത് ഭയക്കുന്നുണ്ടാകാം. ഇതിന് ഈ അതിർത്തി നിർണ്ണയിക്കാൻ പറ്റില്ല. ഇപ്പൊ ധനുഷ് കാണിച്ച് ഈ അതിർത്തി ഒരിക്കലും ഒരു രാജ്യം അംഗീകരിക്കത്തില്ല. അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതില്ലെങ്കിൽ സിമ്പിളായിട്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ആവശ്യപ്പെടുന്ന ആവശ്യം, അതായത് ഒരു സ്വയം ഭരണാധികാരമുള്ള പ്രദേശമാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു രാജ്യത്തിനകത്ത് ഒരു സ്വയംഭരണ പ്രദേശം. അതെന്തായാലും തുർക്കിയുടെ തലയിൽ ഇരിക്കട്ടെ എന്നാണ് ഇന്ത്യ പറയുന്നത്. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.